ഇതൊക്കെ എന്താ വന്നു? ഏതായാലും ഫസ്റ്റിലെ മധുവിനെ ഒന്ന് വിളിക്കാം. ഹലോ, മധു അല്ലയോ? ആ മധുവാ. മധു, നീ എവിടെ പോയിരിക്കുവാ? ഞാൻ കൊച്ചിയിലൊക്കെ ഒന്ന് കറങ്ങാൻ നിങ്ങ. അപ്പൊ കൊച്ചി കറങ്ങാൻ നടക്കുവാന്ന് നീ മധു അല്ല, നീ കൊതുക. ഇത് പറയാൻ വിളിച്ചാന്നോ? ഇത് പറയാൻ വിളിച്ചല്ല. പിന്നെ എന്റെ പൊന്നുമോനെ, നിന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ സ്ഥാപനം ഇട്ടേക്കുന്നത്. അതിനെന്താ കുഴപ്പം? കുഴപ്പം എന്താ വെച്ചാൽ രാവിലെ മെമ്പർ വന്നു, ഉദ്ഘാടനം കഴിഞ്ഞ് മെമ്പർ പോയി. അവര് പോട്ടെന്ന് പറഞ്ഞാൽ ഒരു 3 മണി വരെ ഇവിടെ ഇരിക്കും. അവിടെ ഇരുന്നോ? ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ ആശാന്? അത് എന്റെ ലൈസൻസിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതെന്താ? എനിക്കതില്ല. എനിക്കതില്ലെന്ന്. അത് പിന്നെ എപ്പോ എടുക്കാനാ? എപ്പോ എടുക്കാൻ ചോദിച്ചാൽ നമ്മളല്ലേ ഈ സ്ഥാപനം നടത്തുന്നേ. എടാ, ഒരു 10 എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ കിട്ടത്തില്ലയോ? അങ്ങനെ കിട്ടുവോ? കിട്ടുവോന്ന് കിട്ടാതിരിക്കാന്തോ, നമ്മളല്ലേ നടത്തുന്നേ. ഓ, നീ ഇങ്ങനെ വന്നാ മതി. ശരി, ആയിക്കോട്ടെ. ഞാൻ ഈ 3 മണി വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണമല്ലോ. വേണം. ഒരു 2 സിഗ്നലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേടാ. അതൊരു കാര്യം ചെയ്യാ, ബാക്കിലെ ബോർഡ് വെച്ചേപ്പില്ലയോ? അത് നോക്കി അങ്ങ് പറഞ്ഞു കൊടുത്താ മതി. 1/2 മണിക്കൂർ നോക്കിയിട്ട് വരെ ഒരു പിടിയും കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ആശാൻ എന്തുവാ പറയണ്ടേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അത് ഇവിടെ ഒരു എണ്ണുണ്ടോ? അതെന്തുവാ? അത് എന്നല്ല, കൊടുമ്പളവാ. കൊടുമ്പളവാന്നോ? എന്റെ പൊന്നുമനെ, ഞാൻ ഓർത്ത് നോക്കരുത് അതിന്റെ അന്ന്. അല്ലല്ലേ? അല്ല. ഇതെന്ത് കൊടുമ്പളവ്? ഒന്ന് എഴുതിക്കോട്ടെ, കൊടുമ്പളവ്. അതുവേ, ഈ വേലി എന്തോ ചെയ്യും? വേലി വിളവ് തിന്നും. അത് പഴഞ്ചൊല്ലല്ലയോ? അതല്ലാതെ ഇവിടെ ഒരു വേലിയുണ്ട്. ബോർഡേലെ വേലിയാണോ? അത് റെയിൽവേ ക്രോസ്. റെയിൽവേ ക്രോസ് ആണോ? അതെ. ഓക്കെ മധു, വലിയ സന്തോഷം. ഒരു 3 മണി വരെ ഓടാനുള്ളതുണ്ട്. ശരി. റോഡിൽ എന്തോ ബാൻഡ് സെറ്റ്. മധുവിനെ വിളിച്ചാലേ ഒക്കത്തുള്ളൂ. എല്ലാരും പ്രാർത്ഥന ഒരുപോലെ അല്ലല്ലോ. പക്ഷെ എന്റെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. എന്റെ ഒറ്റ പ്രാർത്ഥന, ആരും വരരുതെന്നാ. ഇതെന്തായാലും പഠിക്കാനല്ല. നമസ്കാരം. ജോസഫ് ഹോമോ? അല്ല, ഒരു ഹമ്മ വരുമ്പോഴേ അത് ശ്വാസ തടസ്സം ഉണ്ടെങ്കിൽ എനിക്ക് ആ പേര് ഫുള്ള് പറയാൻ പറ്റത്തില്ല. പേരെന്തുവാ? ജോസഫ്. വന്ന കാര്യം, ഞാൻ വന്നത് ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടായിരുന്നു, ഒരു വീഡിയോ കണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്റെ. അത് പഠിക്കാൻ വന്നതാ. അയ്യോ, ഉദ്ഘാടനം പഠിക്കാനോ? അത് പ്രത്യേകിച്ചൊന്നുമില്ല. അവരൊരു നിലവിളക്ക് അവിടെ കത്തിച്ച് വെക്കും. തീപ്പെട്ടി അടയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് അത് കത്തിക്കുന്നു. അതാ ഉദ്ഘാടനം പഠിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ലൈസൻസ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. അതിന് വന്നതാ ഞാൻ. അതിന് വന്നതാണോ? അത് ശരി. എന്റെ മോൻ അങ്ങ് സലാലയിലോ? 2-3 വർഷമായിട്ട് അവിടെ തെറ്റലാ. കുടുംബത്തോടെ തെറ്റലാന്നല്ല, സെറ്റിലാ. അത് നല്ല കുടുംബത്തിന്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തെറ്റലാണോ? എന്നിട്ട് അപ്പൊ അവൻ പറഞ്ഞിരിക്കുന്നത്, എന്നെ നോക്കാൻ ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അവരിങ്ങോട്ട് വരത്തതുമില്ല. അപ്പൊ അവനൊരു ഐഡിയ കണ്ടിരിക്കുക, എനിക്കൊരു കാർ വാങ്ങിത്തരാം. അപ്പൊ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി? അല്ല, അച്ഛൻ പറഞ്ഞ കാര്യം നല്ലൊരു തീരുമാനമാണ്. കഴിഞ്ഞ വർഷം അവൻ വന്നപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു ആടിനെ കൊണ്ടുവന്നത്. ആടിനെയോ? എന്നിട്ട് ഇത്രച്ചുള്ള ആട് വളരുന്നില്ല. അത്ര ഉള്ള ആട്? അതെന്തോടാ? സലാഡ്. അത് മറ്റേ ബിരിയാണിക്ക് കൂട്ടുന്ന കഴിക്കുന്നേ? അതെനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം, ഈ ആടിനെ കഷ്ടകാലത്തിൽ ഒരു പട്ടി അങ്ങ് കടിച്ചോ? അന്നേരം ഇപ്പം പേയാട്. അവ ഈ പട്ടി കടിച്ചെന്റെ ആയിരിക്കും. അതല്ലെന്ന്, പേയാട് മൂത്ത മോള് തിരുവനന്തപുരത്ത് അവിടെ വളർത്താൻ കൊടുത്തിരിക്കുവാ. അവിടെ കൊണ്ട് കൊടുത്തേക്കുവാ. ലൈസൻസ് എനിക്ക് തരണം. അയ്യോ, തീർച്ചയായും ഞാൻ പഠിപ്പിക്കണം. പിന്നെ അതൊക്കെ ഞാൻ ഏറ്റു. വിജിലൻസ് വരുന്നുണ്ട്. എന്റെ ദൈവമേ, പറയണ്ടായിരുന്നു. വാരി പറക്കി വെക്കുവാ. വിജിലൻസ് വരുന്നു പറഞ്ഞു. വിജയൻ ലൈസൻസിന് വരുന്നുണ്ടല്ലോ. വിജയനോ? ഇതിനെ തിരിച്ചു വെക്കണം. ഹലോ, നമസ്കാരം. ഞാൻ വിജയൻ. അപ്പൊ ഞാനാണോ തോൽവി? അല്ല, ഞാൻ പൂങ്കാവിൽ വിജയൻ. അപ്പൊ ഇതാ തോൽവി. വിജയൻ വന്ന കാര്യം പറയൂ. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, ലൈസൻസ് എടുക്കണം. ഇപ്പൊ അതിന്റെ ആവശ്യം എന്തുവാ? ആവശ്യം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിൽ സ്കൂൾ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. അപ്പൊ വിജയനെ വെച്ച് തിരിക്കാനാണോ? അയ്യോ, സ്കൂൾ ഡ്രൈവർ അല്ല, സ്കൂളിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. സ്കൂൾ ഡ്രൈവർ. അപ്പൊ എനിക്ക് ഇവിടുന്ന് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് അവിടെ പോയി വണ്ടി ഓടിക്കണം. അത്രയുള്ള കാര്യം. അത് സാരമില്ല. അല്ല, പ്രശ്നമാ അവിടെ ഇടത്ത് സൈഡിലാ സ്റ്റിയറിങ്. അത് കുഴപ്പമില്ലല്ലോ. എന്താ? എന്നെ ഇടത്ത് സൈഡിൽ ഇരുത്തി പഠിപ്പിച്ചാൽ മതി. അതെങ്ങനെയൊക്കും? വിജയ, നീ ഇടത്ത് സൈഡിൽ ഇരിക്കുന്നു, വലത്ത് സൈഡിൽ സ്റ്റിയറിങ്. ഇത് എങ്ങനെ പഠിച്ചെടുക്കാനാ? നടക്കുന്ന കേസല്ല ഇത്. വിട്ടേര്. അത് കുഴപ്പമില്ല ആശാന്. ഇങ്ങോട്ട് എവിടെ പോവാ? എന്നാ പറ. അല്ല, നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി വാങ്ങിച്ചോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. തീരും. ഒരു ഫ്ലൈറ്റിലോട്ടെ കെട്ടി ഞാത്തിയിട്ട് അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ അച്ഛാ, ഒന്ന് പറഞ്ഞു കൊടുക്കച്ചാ. മോനെ, അതെന്തുവാന്ന് ചോദിച്ചാൽ നന്നായിട്ട് അങ്ങ് പൊതിയണം. കാരണം മഴ പെയ്താൽ നനയും. ഞാനൊന്നും മിണ്ടിയിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ. പക്ഷെ ഇവൻ വീടിന്റെ അടുത്താ. ആണോ? എനിക്കറിയാം.
അറിയാവോ? എന്റെ അയൽവക്കക്കാരനാ. അത് ശരി. പക്ഷെ അച്ഛനെ എന്നെ അറിയാവുന്നുള്ള കാര്യം ഈ അച്ഛൻ അറിയത്തില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ ഈ അച്ഛനെ കാണുന്നല്ലോ. ഈ വിവരം അച്ഛൻ അറിയത്തില്ല. അത് ശരി. ഇവൻ എന്നെ അറിയത്തില്ലെങ്കിൽ എന്താ? എനിക്കും ഇവനെ അറിയത്തില്ല. എന്നിട്ടും ഞാൻ ഇവനെ ഇവിടെ വരുത്തി. അതെന്താ? എനിക്കറിയത്തില്ല. ഇവൻ അറിയത്തില്ല. എന്തായാലും ഞാൻ കാര്യം പറട്ടെ, ഇതൊന്നും എനിക്കും അറിയത്തില്ല. ഓനകം സലാലേല. എന്റെ പൊന്നച്ഛനെ ഞാനല്ലല്ലോ വിട്ടത്. ഇവിടെ ഇരി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ വളരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഉണ്ട്. അച്ഛൻ കണ്ണ് കാണിച്ചിട്ട് പേപ്പർ കിട്ടിയോ? കണ്ണ് ഞാൻ കാണിച്ചു. പേപ്പർ ഇങ്ങോട്ടല്ല കിട്ടിയത്, അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. എവിടെ കൊണ്ട് കൊടുത്തു? പോലീസ് സ്റ്റേഷനില്. അപ്പൊ എവിടാ കണ്ണ് കാണിച്ചേ? നമ്മളെ സുമതിയുടെ അവിടെ. സുമതി അതിന് കണ്ണ് ഡോക്ടറാണോ? അതെന്തുവാന്നറിയത്തില്ല, എനിക്ക് ഒരു കുരുകിരിപ്പ് അങ്ങ് തോന്നി. അത് ശരി. ഇവിടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞത് ഇനി ഇത് ആവർത്തിച്ചാൽ ഇതിന്റെ പേരെന്തോ തോമനെ, ഇതിന്റെ പേര് ചെവിക്കുറ്റി. അത് തല്ലി പൊട്ടിക്കും. എന്നിട്ട് സംഗതി സോൾവ് ആയോ? സംഗതി സോൾവ് ആയില്ല. അതിനിപ്പൊ ഞാൻ ഈ കണ്ണാടി മുഖത്ത് വെച്ചോണ്ട് നടക്കുക. ഇത് കൊള്ളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുമോ? ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കണ്ണടച്ചേക്കുവാ. മാറിയിട്ടില്ല എന്റെ മോൻ സലാലേല. അവനെ ഞാൻ വരുത്തും. എന്തിനാന്നറിയാമോ? കർമ്മം ചെയ്യാനില്ലയോ? വിജയൻ എങ്ങനെ മനസ്സിലായി? എനിക്കതൊക്കെ അറിയാം. അറിയാതെ കിട്ടുന്നില്ല. നിന്റെ മോനെ ഇവിടെ ഞാൻ വരുത്തും. അച്ഛാ, അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെക്ഷൻ പറഞ്ഞാൽ എല്ലെടുക്കാന്നുള്ളതാ. അങ്ങനെ ഉണ്ട്. കപ്പയുടെ കാര്യം ഞാൻ ഏറ്റവും. ഒരു കാര്യം ചെയ്യും, ഒരു കുപ്പി ഞാനും അങ്ങ് ഒപ്പിക്കാം. അപ്പൊ കള്ളും കപ്പയെ കുറിച്ച് എല്ലുകറിയും തിന്നി ഇവിടെ ഇരുന്നാ മതിയോ? ഈ ഡ്രൈവിംഗ് ഒന്നും പഠിക്കണം. ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു കലയാണ്. അത് പറ അപ്പച്ചാ കേട്ടോ. നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാകാരന്മാരാ. അങ്ങനുണ്ട്. ഈ വർഷം അമ്പലത്തിലെ ഉത്സവത്തിന്റെ സ്റ്റേജിൽ നിന്റെ ഡ്രൈവിംഗ് ഞാൻ വെക്കും. നിങ്ങൾ എന്തായി പറയുന്നേ? കലയാണല്ലോ പറഞ്ഞത്. ആ കലയല്ല. ഡ്രൈവിംഗ് ഒരു കലയാണ് എന്ന് പറഞ്ഞാൽ കണ്ണെത്തേണ്ട അടുത്ത് കാലെത്തണം, കാലെത്തേണ്ട അടുത്ത് കയ്യെത്തണം, കയ്യെത്തേണ്ട അടുത്ത് മനസ്സെത്തണം. ഇതൊന്നും എന്റെ എത്തിയില്ലെങ്കിൽ ബോഡി വീട്ടിലെത്തണം. ഓനങ്ങ് സലാലേല. അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അവൻ വിളിക്കുന്നു. വിളിച്ചോ. ഹലോ മോനെ. ഞാനൊന്ന് ചോദിക്കട്ടെ. അത് മറ്റേതാ, പഴയത്. അത് വിട്ടുമാറിയിട്ടില്ല. അടിക്കാൻ തന്നെ വരണ്ട. അല്ല പിന്നെ ഇപ്പൊ സമയം എത്രയായി? സമയം എന്താ വിജയ? സമയം 11 മണി. 11. 5:30 ആവുമ്പോ കിട്ടുമോ? എന്താ കിട്ടുമോന്നാ? ലൈസൻസ്. എന്റെ അച്ഛൻ ഇതിനൊക്കെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഹലോ. ഇങ്ങനെ തന്നെ. ഹലോ സലാലേ, ഞാനൊരു കാര്യം പറയാം. അതിവിടെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ കൊള്ളാം. എന്നാ പിടിച്ചേ. എന്താ പറഞ്ഞു? ഈ അച്ഛനും കൂടെ ഞാനിപ്പോ പോയി MRI എടുക്കണമെന്ന്. അയ്യോ, അപ്പൊ ഞാനും ഇത് എടുക്കണോ? നിങ്ങൾക്ക് രണ്ടും കൂടെ എന്നെ മേളോട്ട് അങ്ങ് എടുക്കാവോ? അയ്യോ എന്തുവാ അച്ഛാ? നീ അയ്യോ എന്ന് വെച്ചപ്പോ ഞാൻ എന്തുവാന്ന് ചോദിച്ചോ? ഇല്ല. പിന്നെ എന്റെ അയ്യോയിൽ കയറി ഞാനാൻ വരുന്ന എന്തിനാ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ചോദിക്കും. എന്റെ ഇഷ്ടം പോലെ അയ്യോ കിടക്കുക. നിർത്താവോ? വിജയൻ എന്തിനാ ഇപ്പൊ അയ്യോ വെച്ചത്? അയ്യോ, ഞാൻ അതുകൊണ്ടല്ല. പിന്നെ അതുകൊണ്ടാ. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം ഒഴികെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന്. ഞാൻ കാണിച്ചോട്ടെ. തിരുവനന്തപുരം ഉണ്ടോ ഇതിനകത്ത്? തിരുവനന്തപുരം ഇല്ല, ഈ കൊല്ലവും ഇല്ല. അപ്പൊ ഈ കൊല്ലം തിരുവനന്തപുരം ഇല്ല. ഈ കൊല്ലം തിരുവനന്തപുരം ഇല്ലെന്നല്ല, തിരുവനന്തപുരം കൊല്ലം ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി. കാണിച്ച് ഇതേ നമ്പരാ വന്നേ. കാലാവസ്ഥ എന്റെ ഉണ്ട്. ഞാൻ വിളിച്ചോളാം. ഹലോ കാലാവസ്ഥ, ഞാനിവിടെ വിളിച്ചതിന്റെ കാരണം ചോദിച്ചാൽ 12 ജില്ലയിൽ നിങ്ങൾ ഇടിയും മല സെറ്റ് ചെയ്ത് റെഡിയാക്കി. ഈ 2 എന്തുകൊണ്ട് ഒഴിവാക്കി? അതുകൊണ്ട് ഈ കൂട്ടത്തിൽ അടിച്ചു കയറ്റി അങ്ങ് പോകത്തില്ലായിരുന്നു ഒന്ന്. ഒറ്റയടിക്ക് തീർന്നേനെ. എങ്ങനെ ആണോ? ഓഹോ, എന്താ പറഞ്ഞു? എനിക്ക് വട്ടാന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പൂരിപ്പിക്കാനുണ്ട്. ഫോം ഉണ്ടോ? തുടങ്ങി നല്ലല്ലോ. ഇപ്പൊ എന്താ ഫോം? ഒരു 6 മാസം കഴിയട്ടെ. അതല്ലെന്ന്, ഈ നമ്മൾ എഴുതിയിരുന്ന ഫോറമല്ലേ? ഫോറം. മറ്റേ ഫോമിന്റെ കാര്യം അതുണ്ടോന്നാ പൂരിപ്പിക്കുന്നതിന്റെ കാര്യം. ആദ്യം അച്ഛനെ അങ്ങ് തീർത്താലോ? അച്ഛൻ്റെ അങ്ങ് തീർക്കാം. അച്ഛാ, ജോസഫ് അല്ലയോ? ഫുഡ് കിട്ടോ? ഈ ഫുഡ് ഇട്ടോളാൻ. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ? മെയിലാണ്. പക്ഷേ ജൂണാണ്. മെയിലാണ് അച്ഛാ, മെയിലാണ്. ആണാണ്. മെയിലാണ് പക്ഷേ ജൂണാണ്. ഈ ജൂൺ എന്തുവാ? ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ജൂൺ ഡേറ്റ് ഓഫ് ബർത്താ. അപ്പൊ ആണല്ലേ? ആണെന്ന് എഴുതുവാണേ. ആണ് എഴുതി. അച്ഛാ, ആണെന്ന് എഴുതി. പക്ഷെങ്കിൽ എന്താണ് എന്നെഴുതിയില്ല. ഞാനാണ് എന്നെഴുതും.
ഞാനാണെന്ന് എഴുതാം. ഞാനാണ്. ആ ജോസഫച്ചാനാണെന്ന് അങ്ങ് എഴുതി. അപ്പൊ എന്റെ കാര്യം തീർന്നല്ലോ. അപ്പൊ ഞാനാണെന്നല്ല, അങ്ങനെ എഴുതും. അങ്ങനെ എഴുതാം. ഞാനാണ്. ബാക്കി മധു നാളെ വരുമല്ലോ. ആ മധു വന്നിട്ട് പോയി. മധു പൂരിപ്പിച്ചു വെക്കണം. പിന്നെ ഒരു 6 ഫോട്ടോ വേണം. അത് ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവരണം. പശ ഞാൻ ഇറക്കാം. പച്ചാന്റെ ഭാഗം ക്ലിയർ ആയേ? ക്ലിയറായി. ഇനി വിജയന്റെ നേരെയുള്ള പരിപാടിയാ. അതായത് പറഞ്ഞോ. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ഫുട്ബോള്, ഇതെല്ലാം എനിക്കുണ്ട്. ആശാനെ, ഓ ലളിതഗാനത്തിന്റെ ഉണ്ട്, അത് എടുക്കണോ? അപ്പൊ ശാസ്ത്രീയ സംഗീതത്തിന് നിനക്കൊന്നും കിട്ടിയില്ല? ഉണ്ട്, അത് മറന്നുപോയതാ, അതും എടുക്കാം. അല്ല പന്നി വിജയ, അതല്ല പറഞ്ഞത്. പിന്നെ TC വേണം, TC. അയ്യോ, TCക്ക് ഇപ്പൊ പ്രശ്നം എന്തുവാന്നറിയോ? 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ പറഞ്ഞു അച്ഛനെ വിളിച്ചോണ്ട് പോയാലേ TC തരത്തുള്ളൂ പറഞ്ഞു. അച്ഛൻ വരത്തില്ലെന്ന് പറഞ്ഞു. അച്ഛനോട്ട് വന്നുമില്ല. ഞാൻ പിന്നെ ഇതങ്ങ് വിട്ടും കളഞ്ഞു. ഇപ്പൊ സാറും മരിച്ചുപോയി. ഇപ്പൊ എന്തോ ചെയ്യും? TCക്ക് എന്തോ ചെയ്യും? TC ഇല്ലാതെ കിട്ടത്തില്ലയോ? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ മകന്റെ ഒരു പഴയ TC അവിടെ ഇരിപ്പുണ്ട് വീട്ടിൽ. അത് പറ്റുമോ? എങ്ങനെ ഇരിക്കും? കൊണ്ടുവന്ന് വെള്ളം സൂക്ഷിച്ചിട്ട് അതുപോലെ കൊണ്ട് തരാമുണ്ടെങ്കിൽ അത് തരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് കീറുവോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ചള്ളയൊന്നും പിടിച്ചിട്ടില്ല. പിടിച്ചിട്ടില്ല. പുതിയതായിട്ടിരിക്കുക. ഞാൻ പറയാൻ കാരണം വിജയ, അവര് TC ചോദിച്ചിട്ടുള്ളൂ, ആരുടെയാന്നൊന്നും ചോദിച്ചിട്ടില്ല. നമുക്കിപ്പോ കാര്യം നടക്കണം. അച്ഛാ എന്തുവാന്ന് വെച്ചാൽ ഞാനങ്ങ് ചെയ്യാം. അവിടെ ആണെങ്കിലും അത് വെറുതെ ഇരിക്കുക. മോനും സലാലയില്ല. ഇവിടുത്തെ TC അവിടെ വേണ്ടാതാനും. കിട്ടുമല്ലോ. 5 മണിയാകുമ്പോ കിട്ടുമല്ലോ ലൈസൻസ്. അത് വരെ തുടങ്ങും. ഇനി നമുക്ക് ഫസ്റ്റിലെ റോഡ് നിയമങ്ങളൊക്കെ ഉണ്ട്. വിജ NH അറിയാവല്ലോ? പിന്നെ അറിയാം, സൂപ്പർ സാധനം. ഇന്നലെ ഒരെണ്ണം അടിച്ചായിരുന്നു. അത് MH. അച്ഛനറിയാവോ? എനിക്ക് ഇതിന്റെ പേരും നാളോ ഒന്നും അറിയത്തില്ല. കിട്ടിയാൽ അടിക്കും, ബഹളവും ഉണ്ടാക്കും. ഒരു കാര്യം എന്നൊരു കാര്യം, ഞാൻ കുറച്ച് സിഗ്നൽ അങ്ങോട്ട് പഠിപ്പിക്കാം. ഇതോ സിഗ്നലാണോ ആദ്യം പഠിക്കുന്നേ? പിന്നല്ല നീ വണ്ടിയൊക്കെ എന്തോ കണ്ടോ ഓടിക്കും. മാഷ ഞാനിവിടെ വരണോ? വേണ്ട, അവിടെ കൊണ്ട് പഠിക്കണ്ടോ? രണ്ടുപേരും ശ്രദ്ധിച്ചേക്കണം കേട്ടോ. രണ്ട് സൈഡിലോട്ട് നിൽക്കേ. വിജയ, ഇതെന്താണ്? അത് റിബൺ മടക്കി വെച്ചേക്കുന്നു. അങ്ങനാ ഞാനും ഓർത്തത്. പിന്നെ അതല്ല, പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് കൊടുമ്പളവ്. കൊടുമ്പളവ്. അച്ചായ, ഇതെന്താണെന്നറിയോ? ഓടിച്ചു പോകുമ്പോ ഈ കട്ടില് കണ്ടാൽ എന്താന്ന് ഓർക്കണം. വണ്ടി അവിടെ നിർത്തിയിട്ട് അത് കയറി കിടന്ന് ഉറങ്ങി വേറെ അങ്ങ് പോണം. അങ്ങനല്ല, നമ്മൾ ഓടിച്ചു പോകുമ്പോ ഈ കട്ടില് കണ്ടാൽ നമ്മൾ ഓർക്കണം, ആ പരിസരത്ത് എവിടെയോ നല്ല ഉഗ്ര കട്ടില് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. വേണേ കയറി കിടക്കാം, കൊണ്ടുപോണേ കൊണ്ടുപോവാം. വിജയ, ഇത് മനസ്സിലായോ? വയ്യാവേലി. അതാ ഞാനും ഓർത്തത്. പക്ഷെ അതല്ല, ഇത് റെയിൽവേ ക്രോസ്. റെയിൽവേ ക്രോസ് ആണോ? റെയിൽവേ ക്രോസാ. ഞാനും വയ്യാവേലി. അല്ലല്ല, ഇത് കണ്ടാ നിങ്ങൾ എന്താ വിചാരിക്കും? ഞാൻ 1 രൂപ കോയിൻ ഇട്ട് അവിടെ നിന്ന് ഞാൻ അങ്ങ് തൊഴുതു പ്രാർത്ഥിക്കും. അതെന്തോ കുരിശുമൂടല്ലേ? അത് കുരിശുമൂടാണത്. ഇത് നാൽക്കവല. ഇവിടെ ഒരു കാര്യം ചെയ്യും, ഇതിവിടെ നിർത്തിയേ. രണ്ടുപേരും വണ്ടിയെ കയറിക്കും. വണ്ടിയെ കയറാനോ? നിങ്ങൾ രണ്ടുപേരും വണ്ടിയെ കയറി. എന്റെ ഫോൺ ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. കയറിയിരുന്നു. ഹലോ എടാ മധു, രണ്ടിനും കയറ്റി അതിനകത്ത് കയറ്റി വെച്ചേക്കുവാ. ഇനി എന്തുവാ ചെയ്യണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇല്ല പോകത്തില്ല. കയർ കൊണ്ട് വലിച്ച് പുറകോട്ട് വലിച്ചു കയറ്റിയേക്കുവാ. ചലിക്കത്തില്ല സാധനം. എങ്ങനെ ആണോ? അത് ശരി. വിജയ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, എന്നെ കൊണ്ടുവന്നില്ലയോ? ഇല്ല, ഞാൻ അവിടെ ഇരിക്കണം. മധു പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടെ. ഞാൻ കയറണ്ടായോ? നീ ഇവിടെ നിന്നിട്ട് നോക്കി പഠിക്കേ. അച്ഛാ, ഇനി വന്നപ്പോ കാലുണ്ടായിരുന്നല്ലോ. അതെടുത്ത് ഇവിടെ 3-4 സാധനം ചവിട്ടാനുണ്ട്. അല്ല, കൈ മാത്രം തെളിയിച്ചാ മതി. അയ്യോ, ഇതിനകത്ത് നീ എപ്പോ തെളിച്ചെടുക്കാനാ? ഇങ്ങോട്ട് കാലെടുത്ത് അകത്തിട്. 3-4 സാധനം ഇവിടെ ചവിട്ടാനുണ്ട്. ആദ്യം റോഡ് നിയമം ഞാനൊന്ന് പഠിപ്പിക്കട്ടെ. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ആയിരിക്കും നമ്മുടെ ശ്രദ്ധ. മനസ്സിലായല്ലോ? ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ശ്രദ്ധിച്ചു വേണം ഓടിക്കാൻ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പുറകിൽ വരുന്ന വണ്ടി അങ്ങോട്ട് കയറ്റി വിടണം. കയറ്റി വിട്ടിച്ച് അതേ നോക്കി പോണം. മനസ്സിലായില്ല? ആ വണ്ടിയുടെ പേര് ശ്രദ്ധ വണ്ടിയാണ് ഫ്രണ്ടിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇത് ഗിയറാ. ഇട് ന്യൂട്രേ താഴോട്ട് ഫസ്റ്റ്, രണ്ടോട്ട് സെക്കൻഡ്, അവിടെ താഴോട്ട് ഫോർത്ത്. മനസ്സിലായല്ലോ? ഇപ്പൊ എവിടാ കിടക്കുന്നേ? ഇപ്പൊ എന്റെ മൂത്ത മോടെ വീട്ടിലാ കിടക്കുന്നത്. അച്ഛാ, അതല്ല ഞാൻ ചോദിച്ചത്. ഗിയർ എവിടാ കിടക്കുന്നേന്ന്. ഇവിടെ വന്ന് കിടന്നു ആയിട്ടുണ്ടോ? ഇനിയും ബെൽറ്റ് ഇട്ടിരിക്കണം. 7 മാസമാ ഞാൻ വീട്ടിൽ ബെൽറ്റ് ഇട്ടോണ്ടിരുന്നത്. കൊള്ളാം. അതല്ല, സീറ്റ് ബെൽറ്റ് ഇടണമെന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഓട്ടോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വണ്ടി ഉണ്ട്, അതിന്റെ 4 ഭാഗം തുറന്നു കൊടുക്കാം. അവര് ബെൽറ്റ് ഇടുന്നില്ലല്ലോ. അതിടുന്നില്ല. സ്കൂട്ടറുകാരെല്ലാം ബെൽറ്റ് ഇടുന്നില്ലല്ലോ. ഇടുന്നില്ല. 4 ഭാഗവും അടച്ചു പൂട്ടുള്ള ഈ വണ്ടി ഞാൻ എന്തിന് ബെൽറ്റ് ഇടണം? അത് ഞാൻ ബെൽറ്റ് ഇടത്തില്ല. അവര് കാര്യം ബെൽറ്റ് ഇടത്തില്ല. തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി.
വണ്ടി ഞാൻ ആ ബെൽറ്റിന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടായിട്ട് ഇനി പഠിച്ചാ മതി. അത് മതി. വിജയം കയറാം. കേറട്ടെ? ഇതിലേ ആണോ? അപ്പുറത്തൂടെ കയറിയോടെ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് ഊരിക്കളാ. അല്ലെങ്കിൽ അതിന്റെ പേര് വേറെ വിഷയം നടക്കൂടെ? ഇല്ലില്ല, ഞാൻ ഒരു വിഷയം നടക്കല്ല. അവിടെ കയറി ആദ്യം നീ അച്ഛൻ പഠിപ്പിച്ച എവിടെ നോക്കിയിരിക്കുവായിരുന്നു. ഞാൻ കുറച്ച് കണ്ടാലും സമ്മതിക്കത്തില്ലല്ലോ. മിണ്ടായിരിക്കാൻ കയറിയിരുന്നോ? ഇത് ന്യൂട്രാക്ക്. ഫസ്റ്റ് ഇട്. ഫസ്റ്റ് ഇട്ടോ. ക്ലച്ച് കാലടെ. കാലെടുക്കണോ? കാലെടുത്തേര്. എടുത്തു. എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്ക. ആക്സിലേറ്റർ കൊടുക്കണോ? ആക്സിലേറ്റർ കൊടുക്കണം. എന്റെ വിജയ, നിനക്ക് ലൈസൻസ് വേണോ? വേണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കണം. ആക്സിലേറ്റർ കൊടുക്കണോ? കൊടുക്ക്. ഒരു മിനിറ്റ്, ഞാൻ കോൾ ചെയ്തു. ഓ, ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് എനിക്ക് ഇത്ര കേസ് ഒന്നും എനിക്ക് ഇഷ്ടം. എടാ ഉല്ലാസേ, എടാ പിന്നെ ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ആശാൻ പറഞ്ഞു ഇവിടെ ഒരു ആക്സിലേറ്റർ കൊടുക്കാനുണ്ടോ. അന്ന് വരണ്ട. ഇപ്പൊ അത് കൊടുത്തെങ്കിലേ പുള്ളി എനിക്ക് ലൈസൻസ് തരത്തുള്ളൂ. ഇത് കൊടുത്താലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ പറഞ്ഞത്. അപ്പൊ നീ പെട്ടെന്ന് വരുമോ? എടാ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടും. ഓക്കെ ഞാൻ ഈ റോഡ് സൈഡിലുണ്ട്. ആശാനേ, അവൻ വരും, ഇപ്പൊ വരും. അല്ല, ആക്സിലേറ്റർ കൊടുക്കാനാന്ന് പറഞ്ഞില്ലയോ, അത് വാങ്ങിക്കാൻ ഇപ്പൊ ഉല്ലാസ് വരും. എടാ, ഒരു 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് മാറിയാൽ നീ വണ്ടി നീ വിറ്റേനല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി. ആഹാ, അയ്യോ മനെ വിജയ് ഇതാരാ നോക്കടാ. അയ്യോ, ഇത് ഇംഗ്ലീഷാണ്. MBD. ഹലോ MBD, എന്താണ് MBD? മോട്ടോർ വാഹന വകുപ്പാണ് MBD. മോട്ടോർ വാഹന വകുപ്പായിരുന്നു. എങ്ങനെ സാറേ? ഇന്നായിരുന്നു ആണോ? ഓ, അത് ശരി. ഓക്കെ സാറേ. അപ്പോഴേ മാഷേ, ഹലോ, എന്തു അച്ഛാ? 5 മണിയാകാറായി. ലൈസൻസ് എന്നാ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. സലാലല്ലേ, എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഞാൻ ഇവിടെ തന്നിട്ടാ ഇവിടെ പഠിക്കാൻ കയറിയത്. ചുമ്മാരിക്കാൻ പറയുന്നു. നിനക്ക് ഇത് വേണ്ടേ? വേണം. എനിക്ക് ലൈസൻസ് എന്താ നിങ്ങൾക്ക്? എന്റെ പൊന്നാശാനെ, ഇന്ന് ലൈസൻസ് കിട്ടിയിട്ട് വേണം എനിക്ക് പറ്റനാളിൽ പോകാൻ വേണ്ടിട്ട്. 2 വർഷം കഴിഞ്ഞ പിന്നെ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ. ഇതിനിടയ്ക്ക് എനിക്ക് വന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ലൈസൻസ് വേണം. നിങ്ങളോട് 2 പേരും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ വിളിച്ചത് MBD, അതായത് മോട്ടോർ വാഹന വകുപ്പ്. പുള്ളി എന്നോട് ചോദിച്ച് ഈ സ്ഥാപനത്തിന് താക്കോല് കയ്യിലുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് പൂട്ടിക്കോളാൻ. എന്തിനാ? എടാ, ഈ സ്ഥാപനത്തിന് പോലും ലൈസൻസ് ഇല്ല.